എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ അപ്പം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് സിറാജ് ഉസ്താദെ നിങ്ങൾ നല്ല ഉസ്താദാട്ടാ എന്ന് എന്നെ പറയുമ്പോൾ എനിക്കൊരു സുഖം, അത്രേ ഉള്ളൂ. എനിക്കറിയാം ഞാൻ അതിനുള്ള അർഹതയുള്ള ആളൊന്നുമല്ല. ആയിഷാത്ത, ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ലവള് നീയാ എന്ന് പറയുമ്പോൾ ആയിഷാത്തവരിങ്ങനെ പൊങ്ങണ അല്ലാതെ വേറെ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. എടോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലതാ 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 എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് വലിയ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ പറയുന്നത് നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്ന ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് ഓന് നല്ലവനാ ഓള് നല്ലവളാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെക്കുറിച്ച് ജനങ്ങൾ നല്ലത് പറയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഈ ഇരിക്കണ എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ഏത് മുസ്ലിമിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷെ ചിലരുടെയൊക്കെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ ചിലര്, അവരുടെ ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പിച്ചതുപോലെ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നമ്മൾ ജനങ്ങൾ നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് ഓൻ നല്ലവനാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിനേക്കാളും നല്ലതെന്താ സഹോദര? അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഈ സദസ്സിലിരിക്കുന്നതിൽ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളിൽ ആരാണ് സ്വർഗത്തിന്റെ അവകാശി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാമില്ല എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നബിതങ്ങൾ പറയുന്നു, മൻ നസിന അലൈഹി അർബഅതു ഖൈറ വജബതു ലഹുൽ ജന്ന ഖാല നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറയാ, ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഞാനും നിങ്ങളും പടച്ചവനോട് ചോദിക്കുന്നത്, പടച്ചവനെ സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാണല്ലോ. അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയല്ലേ സദക്ക കൊടുക്കുന്നത്. വാപ്പാ രോഗം പിടിച്ചിട്ട് പോലും നീ വേച്ചു വന്ന് ഇരിക്കുന്നത് എന്തിന്റെ പേരിലാ? അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനുള്ള കൊതി കൊണ്ടല്ലേ വാപ്പാ. ഉമ്മമാരെ, എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഈ പുണ്യമായ മജ്‌ലിസിലേക്ക് കടന്നു വന്നതിന്റെ പിന്നിൽ നീ ആഗ്രഹിക്കുന്നത് സ്വർഗമല്ലേ പെങ്ങള്? അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, എടോ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിൽ പോകുമെന്നല്ല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളിൽ ഒരാൾക്ക്, നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. പെങ്ങളെ, ഈ വഅദ് കേൾക്കുന്ന പെങ്ങന്മാര്, നിങ്ങളിൽ ഒരു പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്നറിയോ? ആ സ്വർഗം നിർബന്ധമായ പെണ്ണാരാണെന്നറിയോ? ഈ വഅദ് കേൾക്കാമെന്ന് എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയും,
പറയുന്നവന് നല്ലവനാ, അവള് നല്ലവളാ, ആ ഉമ്മ നല്ല ഉമ്മയാണ്, ആ വാപ്പ നല്ല വാപ്പയാണ് എന്ന് ഇരിക്കുന്നവര് മുഴുവനും പറയുന്ന മനുഷ്യനല്ല. പിന്നെ ആരാണ് സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്നു, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗമുണ്ടെന്നോ പോകുമെന്നല്ല, അവന് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇപ്പൊ നമ്മളിൽ ആരാ? എല്ലാരും പറയും ഞാനാ ഞാനാ ഞാനാ, എല്ലാരും പറയണത് ഞാനാ, ഞാൻ ഇല്ലാന്ന് പറയില്ല. എന്നാൽ ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം 4 പേര് അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട്, പടച്ചവനെ ഈ മനുഷ്യൻ നല്ലവനാ, ഈ ഉമ്മ നല്ലവള എന്ന് 4 പേര് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നെക്കുറിച്ച് ആരാണോ 4 പേര് നല്ലത് പറയുന്നത്, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 പേര് നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? 4 പേര്. 4 ലക്ഷമോ 40 ലക്ഷമോ 4000മോ 400 ഒന്നുമല്ല, 4 പേര് പറഞ്ഞാൽ മതി, ആമിനാത്ത നീ നല്ലവളാണെന്ന്, എങ്കിൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മളെക്കുറിച്ച് പറയുവോ? നമ്മളെക്കുറിച്ച് പറയുവോ? നിങ്ങൾ എന്തോ എന്നെ നോക്കി ചിരിക്കണേ? നിങ്ങളെക്കുറിച്ച് നീ മരിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ മുമ്പിൽ വന്നിട്ട് 4 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറയോ? പറയൂ ഉസ്താദ്, അല്ലേ താത്താമാരെ? എല്ലാരും പറയുന്നത് പറയൂന്നാ. 4 പേരല്ലേ ഉള്ളത്? ആരെങ്കിലും എടോ, ആരെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നീ മഹാനാണെന്ന് നിന്റെ മുഖത്ത് നോക്കിയിട്ട് നാട്ടിലെ ഏറ്റവും വലിയ കഞ്ചാവ് അടിക്കുന്നവൻ പറഞ്ഞാ നീ നല്ലവനാവോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. സാക്ഷി നിൽക്കുന്ന മനുഷ്യൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. എല്ലാവരുടെയും സാക്ഷിത്വം സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും സാക്ഷിത്വം അവിടെ നിന്ന് സ്വീകരിക്കുകയില്ല. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 4 പേര് നിന്നെ കുറിച്ച് നല്ലത് പറയണം. ആ 4 പേര് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ 4 പേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കണോ? അപ്പൊ സ്വർണത്തിനൊക്കെ 1 ലക്ഷത്തിന് പുറത്ത് ആമിന എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടോ, വീട് വെച്ച് കൊടുത്തിട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ആ 4 പേരെ സാക്ഷി പറയാൻ റെഡിയാക്കി നിർത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. 10 മണിക്ക് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഒരാളെങ്കിലും നമുക്ക് റെഡിയാക്കി നിർത്താം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിരിവുണ്ടോ? ഒന്നാമത്തെ ദിവസം തന്നെ പിരിവ് വേണം. ഇൻഷാ അല്ലാഹ്. മദ്രസന്റെ പള്ളിയുടെ വരുമാനത്തിന് ക്വാർട്ടേഴ്സ് അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും കൂടെ കൊടുത്ത് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും കൊടുക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പിരിച്ചെടുത്ത് തന്നെ പിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന പോലെ, കരിമ്പ് ജ്യൂസ് അടിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് ഒരു ജ്യൂസ് ചോദിച്ചാൽ ഓൻ ഒരു 3 ഫാനുണ്ടോ മോനെ, ഒരു 3 കരിമ്പെടുത്താൽ മെഷീനിൽ വെക്കും. തിരിച്ചും മറിച്ചും അടിക്കും. മാക്സിമം ഊറ്റിയെടുക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം വരെ ഊറ്റിയെടുക്കും. എന്നിട്ട് ഓൻ ഇതിങ്ങോട്ട് മടക്കി വെക്കും. ഇങ്ങനെ നമ്മൾ വിചാരിക്കും കളയാനാണെന്നല്ല, 1 ഇഞ്ചിയോ 1 നാരങ്ങയോ വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട്. അതാണ് പിരിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്? നാട്ടുകാരല്ല, അയൽവാസികളല്ല, എല്ലാവരും മനസ്സിന്റെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ആരാണ് എന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത്? ആരാണ് എന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് എന്ന് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ പേരുകൾ ഓർമ്മ വരികയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ കടക്കൽ നിർബന്ധമായ മനുഷ്യനാരെന്നറിയോ? സ്വർഗം നിർബന്ധമായ
മനുഷ്യനാരാ? വാപ്പാ, നിനക്ക് ആ സ്വർഗം നിർബന്ധമായ മനുഷ്യനാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പെങ്ങളെ, നിനക്കതിനുള്ള അർഹതയുണ്ടോ? ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഒന്നാമത്തെ മനുഷ്യനാരാ? നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിച്ചു നോക്കാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ പെങ്ങള്? ഏ ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നീ വായിച്ചിട്ടുണ്ടോ? എന്ത് മനോഹരമായ ചരിത്രമെന്നറിയോ? എന്ത് മനോഹരമായ ചരിത്രമെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചാൽ കരയാത്തവരും കരഞ്ഞു പോകുമടോ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഏത് കരയാത്തവനും കരഞ്ഞു പോകും. പടച്ചവനെ, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യനാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. പള്ളിപ്പറമ്പിലെ ഖബറിനോട് പോലും സംസാരിച്ച മനുഷ്യനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ പടച്ചവനെ മരണമെടുത്തെന്ന് മനസ്സിലാവുകയാ. തന്റെ മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയാണോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കറിയാ, അവരുടെ മരണമെടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും മരണമെടുത്തെന്ന്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുളിച്ച് റെഡിയാവുകയാണ്. അവിടുന്ന് കുളിച്ച് വൃത്തിയാവുകയാണ്. എന്നിട്ട് പടച്ചവനെ മരിക്കാനുള്ള തയ്യാറെടുപ്പുമായി കഫം തുണിയും എടുത്തുകൊണ്ട് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്റെ റൂമിന്റെ അകത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ചവൻ കഫം തുണിയും എടുത്തുകൊണ്ട് കുളിച്ചൊരുങ്ങിയിട്ട് പൊതുവെടുത്തുകൊണ്ട് സുഗന്ധം തേച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന തന്റെ പ്രിയതമയായ ഫാത്തിമയെ വിളിക്കുകയാണ്. ഏ ഫാത്തിമ, എന്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. തന്റെ പ്രിയതമയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ. എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു യാത്ര പറയുകയാണ്. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. അവിടുന്ന് ഉപദേശം കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാ പോകുകയാണെന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ടവളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. ഭർത്താവ് യാത്ര പറയുകയാണ്. ഭാര്യ അവിടുന്ന് സംസാരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഫാത്തിമ സങ്കടം കൊണ്ട് കരയുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, കരയല്ലേ ഫാത്തിമ? റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, നീ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങ്, റൂമിന്റെ പുറത്തിറങ്ങ്, വാതിലടയ്ക്ക് ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ ഭാര്യ സങ്കടത്തോടെ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്നോട് ഇഷ്ടമില്ല, എന്നോട് വെറുപ്പാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അടുത്തു നിൽക്കേണ്ട സമയമാണല്ലോ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസാനത്തെ സമയമാണല്ലോ, എന്തിനാ നിങ്ങൾ എന്നെ പുറത്തു പോകാൻ പറയുന്നത്? എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ഫാത്തിമ, നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ഫാത്തിമ. നിന്നെ പുറത്തിറങ്ങാൻ പറയുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ, എന്നെ കാണാൻ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ.
മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. അതുകൊണ്ട് റൂമിന്റെ പുറത്തിറങ്ങാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങു പൊന്നുമോള്. തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ. ഫാത്തിമ ദാ മനസ്സില്ല മനസ്സോട് തന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കണമല്ലോ. അതുകൊണ്ട് പടച്ചവനെ വാതിലടച്ചു പുറത്തിറങ്ങുകയാണ്. ഭർത്താവ് മരണത്തിന്റെ വേളയിൽ റൂമിന്റെ അകത്ത് കിടക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലിന്റെ പുറത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായടോ. ഫാത്തിമ ചിന്തിക്കുന്നു, ആരാ പടച്ചവന് എന്റെ ഭർത്താവിനെ ഈ സമയത്ത് കാണാൻ വരുന്നതാരാണ് തമ്പുരാന്? പടച്ചവനെ അറിയണമല്ലോ, കാണണമല്ലോ. അതുകൊണ്ട് ഫാത്തിമയതാ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാ. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നതാരാണെന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീൽ തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളോട് സലാം പറയുകയാ. അവിടുന്ന് സലാം പറയുകയാണ്. പടച്ചവരെ, തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരികയാണ്. അതാണ് അതിഥികൾ വരുന്നത് പറഞ്ഞത്, അതാണ് അതിഥികൾ വരുന്നെന്ന് പറഞ്ഞത്. പടച്ചവനെ, അസ്റായീലും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാ. തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാ. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുന്ന, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂഹ് പിടിക്കാനുള്ള മലക്ക് റൂമിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഫാത്തിമ അവിടുന്ന് നോക്കുന്നു, റബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ ഭർത്താവിന്റെ മരണം കാണാൻ ഭാഗ്യം കിട്ടിയ ഭാര്യയാണ്. അവിടെ നടച്ചിട്ടിരുന്ന വാതിലിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണം ഇങ്ങനെ കാണുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നതെന്നറിയോ? ഖുർആൻ ഓതുന്നു വാപ്പാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞല്ല, മഗ്രിബ് കഴിഞ്ഞല്ല. പെങ്ങളെ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ദുആ ചെയ്യുകയാ, ഖുർആൻ ഓതുകയാ. അതാ ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ആ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്ന അവസാന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുന്ന ആയത്തേതാ? തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. പടച്ചവനെ, സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് അതാ വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, ഫാത്തിമ, ഫാത്തിമ, പൊന്നുമോളെ, നല്ല മരണം വെറുതെ കിട്ടൂല. ഈമാനുള്ള മരണം വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടില്ല. നല്ല മരണം അല്ലാഹു വെറുതെ കൊടുക്കൂല. ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയുവോ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ.
അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന്. ആ മരണത്തിന്റെ വേളയിൽ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉപദേശിച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ, മുഖത്തേക്ക് തുണിയെടുത്തിട്ട് വാപ്പാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല പെങ്ങള്, റൂമിന്റെ അകത്ത് അനക്കമില്ല. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവള് നോക്കുമ്പോ തന്റെ ഭർത്താവ് അനങ്ങുന്നില്ല. വാതില് തുറക്കുകയാണ്. ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു സുഗന്ധമെന്നറിയോ. ആ റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. അനങ്ങാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ അല്ലാഹുവേ, എന്തൊരു പ്രകാശമാണെന്നറിയോ, എന്തൊരു സന്തോഷമാണെന്നറിയോ. ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോ പ്രിയപ്പെട്ടവള് പോലും അത്ഭുതപ്പെട്ടു പോയടോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടരുകയാണ്. എല്ലാവരും അറിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാ ജനങ്ങൾ ഓടി വരികയാണ്. ആ ജനാസ കാണുന്നവര് പറയുന്നു, അല്ലാഹ്, എന്തൊരു വെളിച്ചമാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ. മരിച്ചാൽ ഇതുപോലെ മരിക്കണം തമ്പുരാന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കാണുന്നവർ മുഴുവനും പറയുന്ന വാക്കതാ, ഏ പെങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അവിടെ നിന്ന് കഫം പൊതിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കൊണ്ടുപോയി നിസ്കരിക്കുകയാണ്. പടച്ചവരെ, മയ്യത്തെടുത്തു കൊണ്ടുപോയി ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ്. പടച്ചവരെ, കബറടക്കി കിടന്ന് എല്ലാവരും സലാം പറഞ്ഞ് പിരിയുകയാ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ്. പക്ഷേ ഒരാളും പോകുന്നില്ലടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസയിൽ പങ്കെടുത്ത ആ ജനാസ ഖബറടക്കാമെന്ന ഒരാള് പോകുന്നില്ലടോ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും വലിയ ചർച്ചയായി. എന്താണ് ചർച്ച ചെയ്യുന്നതെന്നറിയോ? ഇതെന്ത് മരണമാണ് തമ്പുരാന്. അല്ലാഹുവേ, അസ്റായിലിനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതി ഷഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു വെളിച്ചമാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും നിസ്കരിച്ചവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാണെന്ന്. നാട് മുഴുവനും ചർച്ചയായടോ. എല്ലാവരും പള്ളിയുടെ പരിസരങ്ങളിൽ നിൽക്കുകയാ. ചർച്ചയായി. എങ്ങനെയല്ലോ ഇതുപോലെ ഒരു മരണം കിട്ടിയത്? എങ്ങനെയല്ലോ? അങ്ങനെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. അറിയണമല്ലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാൻ കാരണം എന്താണെന്ന് അറിയണമല്ലോ. ആ ജനാസ മണ്ണിലിറക്കി വെച്ചിട്ട് എല്ലാവരും രണ്ടാമതും പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതാ എല്ലാവരും കൂടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ, നീ ഇരിക്കുകയാണെന്നറിയാ. ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, നിന്നെ വേദനിപ്പിക്കാമെന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താമെന്നതല്ല. ഫാത്തിമ, ഈ നാട്ടുകാർക്ക് മുഴുവനും ഒരേ ഒരു കാര്യം അറിയണം. ഫാത്തിമ,
ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഞങ്ങൾക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എങ്ങനെയാ ഫാത്തിമ, നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്തോതി ഫാത്തിമ. വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. എവിടെ നിന്നാണ് ഈ ജനം വന്നതെന്നറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാണ് ഫാത്തിമ. അതുകൊണ്ട് ഒരു നല്ല മരണം കിട്ടാൻ കാരണം എന്താണെന്ന് പറയുമോ ഫാത്തിമ? എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് ആ കാരണമെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് നാട്ടുകാർ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിനൊരു നല്ല മരണം അല്ലാഹു കൊടുത്തല്ലോ, അതിന്റെ കാരണമേ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ആ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, ലാകിൻ വല്ലാഹി, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. സത്യം ചെയ്തിട്ട് പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരു മനുഷ്യന്, അല്ലാഹുവിനെ സത്യം, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ചുമ്മാതെ പറയുകയല്ല. എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? റുബമായദുകുറുല്ലാഹ ഫില്ലൈൽ യദുകുറുല്ലാഹ സുമ്മ യബ്ഖീ ഭാര്യ ഒരു തെളിവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും എന്റെ ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് തമാശ പറയുമ്പോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ബെഡ്റൂമിനകത്തിരുന്ന് തമാശ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ പറയുകയാ, അല്ലാഹുവിന്റെ പേരെവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പേരെവിടെന്ന് പറയുകയാ. പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞപ്പോ നരകമല്ല, ഖബറല്ല, മസ്സറയല്ല, സിറാത്തല്ല, മീസാനല്ല, സ്വർഗമല്ല, നരകമല്ല, അല്ലാഹുവേ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങുകയാണ്. എന്റെ ഭർത്താവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന്റെ കണ്ടടം നിറഞ്ഞു ഒഴുകുകയാണ്. ആ പാതിരാത്രി തുടങ്ങിയ കരച്ചിലുണ്ടല്ലോ, വെളുപ്പാങ്കാലം വരെ ഇരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാണ്. കാരണം ആ മനുഷ്യൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഇത് തന്നെയല്ലേ അള്ളയും പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഉമർ
ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് നാട്ടുകാർ മുഴുവനും അത്രയ്ക്കും നല്ല ഒരു മരണം അള്ളാഹു കൊടുത്തത് കണ്ട് കൊതി തോന്നിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എങ്ങനാ? നിന്റെ ഭർത്താവിന് അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം, എന്തൊരു സുഗന്ധമായിരുന്നു ഫാത്തിമ നിന്റെ ഖാന്, എന്തൊരു പ്രകാശം, കണ്ടപ്പോ കൊതി തോന്നി ആ ചിരി കണ്ടിട്ട്. ഇത്രയും നല്ല ഒരു മരണം നിന്റെ ഇക്കാൻ അള്ളാഹു കൊടുത്തല്ലോ, എന്ത് ചെയ്തിട്ടാ? ഞങ്ങൾക്കും കിട്ടണം അങ്ങനെ ഒരു മരണം, ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം കിട്ടണം. അതുകൊണ്ട് നീ പറ, നിന്റെ ഇക്കാടെ സ്വഭാവം എന്തായിരുന്നു? ആ സമയത്ത് ആ ഭാര്യ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയാ, ലാക്കിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇതുപോലൊരു പടപ്പര് ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു മനുഷ്യർ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹ് എന്ന് പറഞ്ഞ എന്റെ ഇക്ക കരയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നല്ലവനാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, പിന്നെ ആരാ? ഉസ്താദന്മാരല്ല, നിന്റെ മാതാപിതാക്കളല്ല. നമ്മൾ നല്ലവനാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നീ മഹറു കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? നിങ്ങൾ മിണ്ടൂല. ആര് പറയണം? ആര് പറയണം? എടാ നാട്ടുകാര് വൈലത്തൂര് മൊത്തം നീ നല്ലവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൂടെ കടക്കുന്ന നിന്റെ പെണ്ണും പിള്ള പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹുടെ മുമ്പിൽ പറയണം, എന്റെ ഇക്കാന് സ്വർഗം കൊടുക്ക് റബ്ബേ എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? പറയോ? നിന്റെ ഭാര്യ പറയോ നീ നല്ലവനാണെന്ന്? ലോകത്താരെ കുറിച്ച് വേണമെങ്കിൽ ഓള് പറയും, നിന്നെ കുറിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം നിന്റെ സർവ്വത്തരികടെ അവക്കറിയാം. നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ നീ കതറും ഇട്ട് തങ്ങളോ പോലെ തുപ്പിയും വളർത്തി താടിയും വളർത്തി ഇറക്കണം. നിന്റെ ഗുണം, നിന്റെ സ്വഭാവം നാട്ടുകാർക്ക് അറിയില്ലല്ലോ, ഓക്കല്ലേ അറിയാ. എടാ ചങ്ങായി, നീ സ്വർഗത്തിൽ പോണെങ്കിൽ ഓള് വിചാരിക്കണം. ഭർത്താവ് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും, വഴുത് കഴിഞ്ഞ് പോവാ. എന്റെ ഭാര്യയോട് പറയും, കണ്ടോടി ഉസ്താദ് പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം, എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് പോകാൻ പറ്റൂ. എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടക്കണോടി. ഭർത്താവ് പറയാ. എന്നിട്ട് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു, എനിക്ക് അത്രയ്ക്കും പവറാ. ആരാ പറയണേ? പേവെള്ളം അടിച്ചിട്ട് ഓടെ കിടക്കുന്നവൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാരാ പറയണേ? മുതുകുടിയൻ, എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണുപിടിയൻ, കഞ്ചാവടിക്കുന്നവൻ, അവനാ ഭാര്യയോട് പറയുന്നത്. എന്റെ പൊന്നാര സഹോദര, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓള് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, ആദ്യമായിട്ടാ അപ്പൊ ഒരു ഉസ്താദ് ഇങ്ങനെ പറയണേ. സാധാരണ വരുന്നവര് മുഴുവനും ഞങ്ങളെയാ പറയാറ്. ഇതിപ്പോ എന്താ ഒരു വെറൈറ്റി ഇല്ല. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അവരൊന്നും പറയാൻ പറ്റൂലല്ലോ, അവരൊന്നും പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ നല്ലവനാണ് എന്ന് നമ്മുടെ ഭാര്യ പറയണം. അങ്ങനെ പറയണമെങ്കിലോ നമ്മൾ നല്ലവരായിരിക്കണം, നമ്മൾ നല്ലവരായിരിക്കണം. അവളോട് പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം നല്ല രീതിയിലായിരിക്കണം. അവരോട് പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായാൽ നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അതാ പഠിപ്പിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്താ പറയേണ്ടത്? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്താ? അൻവരി ഉസ്താദ് മാഷാ അല്ലാഹ് ആദ്യമായിട്ടാ ഒരു വാഴനെ കൈ കിട്ടണേ. ഞങ്ങളൊക്കെ ഒരു ദിവസം അപ്പുറം ഇപ്പുറം പ്രസംഗിച്ചു പോകുന്ന ആളാ. ഞാൻ ഉസ്താദിനെ നമ്മുടെ 100ാം വാർഷികത്തിന്റെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയിൽ ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങളുടെ ജില്ലയിൽ സ്വീകരണത്തിൽ വെച്ച് കണ്ടു. അൽഹംദുലില്ലാ. അപ്പൊ അൻവരിയിലൂടെ നീ നാടിപ്പം നല്ല അറിയുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഒരുപാട് കാലമായി ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് കയറി വന്നപ്പോൾ ഉസ്താദ് ഉപ്പാടെ കാര്യം പറഞ്ഞു. ഉപ്പാന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അതിങ്ങനെ തട്ടി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യ നല്ലത് പറയണം. നല്ലത് പറയണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം. നാട്ടുകാർ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? കൂടെ കിടക്കുന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ നല്ലത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ആ പെണ്ണിനൊരു മാതൃകയായിരിക്കണം ഭർത്താവ്. എന്റെ ഇക്ക എന്ന് പറഞ്ഞ ഓളുടെ ജീവനാ. എന്റെ ഇക്ക എന്ന് പറയുമ്പോ ഇവിടെ നിക്കാന്നല്ലേ വിളിക്കുക ഭാര്യയെ? ഭർത്താവിന് ഇക്കാന്നല്ലേ വിളിക്കണേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ വെടികൊണ്ടതുപോലെ? ഇക്ക ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ? അല്ല, ഇക്കാന്നോ? പെണ്ണുങ്ങളെ ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. പടച്ചോനെ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനോട് ഭാര്യ പറയാ, എടാ അതിങ്ങെടുക്കടാ. ഞാൻ വിചാരിച്ചു ആരെയാ അല്ലാഹ് വിളിച്ചേന്ന്. ഭർത്താവിനെ വിളിക്കുക എടാ. പ്രേമിച്ച് കെട്ടുന്ന അങ്ങനെ എടാ വാടാ പോടാ ബന്ധമാണല്ലോ. ഭർത്താവിനോട് ഭാര്യ പറയുക എടാ ഇങ്ങെടുക്കടാന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് എന്നെയാണോ അല്ലാഹ് വിളിച്ചതെന്ന്. നോക്കുമ്പോ അപ്പുറത്ത് ഭർത്താവാ നിൽക്കണം. ആലോചിക്ക്, എടാ വാടാ പോടാ ബന്ധം. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേരെ വിളിക്കും. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. നല്ലതാണോ മോളെ? നിന്റെ ഉമ്മാടെ പേരെന്താ? നിങ്ങൾ ഉമ്മാനെ എന്താ വിളിക്കുക? എന്റെ വാപ്പാടെ ഇപ്പൊ എന്റെ പേര് സിറാജ്. എന്റെ മോൻ സിനാൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പ എന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? ഇവിടെ ഓരോരുത്തർക്കും ഒരു സ്ഥാനവും ബഹുമാനവും ഇല്ലേ? ഉസ്താദിനെ കാണുമ്പോൾ മദ്രസയെ പഠിക്കണം. ഉസ്താദ് മദ്രസയെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ഉസ്താദിനെ കുട്ടികൾ എല്ലാവരും അൻവർ ഉസ്താദെ എന്ന് വിളിക്കണോ? പേരും കൂടെ എടാ ഏതെങ്കിലും ഒന്ന് വിളിയടാ ചങ്ങായി. ഓരോരുത്തർക്കും ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. ആ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഭർത്താവിന് ചില പെണ്ണുങ്ങൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുക, എന്നാ വിളിക്കുക. പേര് പോയിട്ട് കാന്ന് പോലും വിളിക്കൂല. പലരും ഏന്ന് വിളിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പാന്നൊക്കെയാ വിളിക്കണേ. പടച്ചോനെ, ഇന്നെല്ലാം എടാ വാടാ പോടാ പേര് വിളിക്കുന്ന കാലം. അങ്ങനെ ആയിപ്പോയി. ബഹുമാനം ആദരവൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമല്ല. പരസ്പരം സ്നേഹത്തോടെ വിളിക്ക്, ബഹുമാനം കൊടുക്ക്. ബഹുമാനം കൊടുത്താലല്ലേ തിരിച്ചു കിട്ടും. മക്കൾ തന്നെ അതിനെയാണ് കണ്ടുപിടിക്കുന്നത്. മക്കൾ തന്നെ പിന്നെ കുട്ടികൾ മൊത്തം ഗെയ്സ് എന്നാ വിളിക്കും. വാപ്പാനും ഗെയ്സ് എന്ന് വേണേ വിളിച്ചോളെ. എന്താ അവസ്ഥ? ഗെയ്സ് എന്നാ വിളിക്കുന്ന കുട്ടികളൊക്കെ. പിന്നെ ചെറുപ്പക്കാരൊക്കെ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള വിളിയാ. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. നമ്മൾ ഈ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വിശക്കും. ഒരു കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ വിശക്കുണ്ട്. തട്ടുകടയിൽ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ അവരെ അങ്ങനെ വിളിക്കുന്ന കാലമായി. അതെങ്ങനെ? എല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ, ഈ കൊലയല്ലേ? ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഭാര്യ ബഹുമാനിക്കണം, ആദരിക്കണം. അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. നമ്മളല്ലേ കൊടുക്കണ്ടേ? ആ പെണ്ണിന് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദരവും സ്നേഹവും ബഹുമാനം ഒക്കെ വരും. ഓള് നോക്കുന്നില്ല ഉസ്താദെ, പരിഗണിക്കുന്നില്ല ഉസ്താദെ. എങ്ങനെ പരിഗണിക്കാൻ? നിന്റെ സ്വഭാവമല്ലേ. നീ ഒന്ന് സ്നേഹിക്ക്. നീ നിന്റെ ഭാര്യയോടൊന്ന് സ്നേഹം കാണിക്കാൻ തയ്യാറാകുക. ഓടി നടന്ന് പെണ്ണ് കിട്ടുന്ന ചങ്ങാതിമാര് 1, 2, 3 കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്ന് ഇവിടെ പെണ്ണൊക്കെ കിട്ടുന്നൊക്കെ 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 4 വരെ വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആരും അറിയാതെ, മഹലും വീടും അറിയാതെ എവിടെയെങ്കിലും പോയി ഒന്നിനെ കെട്ടിയിട്ട് വാടക വിട്ടും കൊടുത്ത് അവിടെ ഇട്ടേക്ക് വാ, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോകും. അതല്ല. വേണ്ടതൊക്കെ കൊടുക്കുകയും രണ്ടുപേരെയും ഒന്നുപോലെ തന്നെ കാണാൻ കഴിയണം. രണ്ടുപേർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് നല്ലത് പറയണമടോ. നമ്മളെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ. മരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയട്ടെ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരാ, നിനക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണോ. നിന്റെ ഭാര്യ അല്ലാഹുവോട് പറയണം, പടച്ചവര്, എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു തമ്പുരാന്, നിന്നെ ഭയന്ന് ജീവിച്ച മനുഷ്യനായിരുന്നു പടച്ചവര് എന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ, നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയട്ടെ, മോളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിനക്ക് നാളെ സ്വർഗത്തിൽ പോകണോ? പടച്ചവരേ, ആരാണ് നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവരേ,
അതാ നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ വലിയ യാത്രയാണല്ലോ. പടച്ചവനെ പല ആവശ്യങ്ങളും ഉണ്ടാകുമല്ലോ. മലമൂത്ര വിസർജനം നടത്തണമല്ലോ. പടച്ചവനെ അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും അവിടെ നിൽക്കുകയാണ്. അതാ യാത്രമധ്യയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ ആയിഷ നീ പോയിട്ട് വാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും നിൽക്കുമ്പോ ആയിഷ ബീബി മടങ്ങി വന്നു. തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. തന്റെ ഒട്ടക കട്ടിലിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീബി തിരിച്ചു വന്ന് കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീബി കയറിക്കഴിഞ്ഞപ്പോ നബിതങ്ങൾ മറ്റുള്ള സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് നോക്കുകയാ. നബിതങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല, ഒരാളോടും പറയാൻ ആരെയും കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, അല്ലാഹ് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാൻ പടച്ചവര്. അങ്ങനെ ആയിഷ ബീബി ആരോടും പറയാതെ മാല തിരഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ആയിഷ പോകുന്നത് ഒരാളും കണ്ടില്ലടോ. ആയിഷ മാല തിരഞ്ഞു പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറിയതാണല്ലോ, കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ടോ എന്നൊരാളും തിരക്കിയില്ല. നബിതങ്ങളും സ്വഹാബത്തും അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കിടക്കുന്ന മരുഭൂമിയിൽ ഒരു വഴിയോരത്തിരുന്ന ആയിഷ ബീബി കരയുകയാണ്. പടച്ചവരെ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്കാണ് പുറകിൽ വരുന്നത്. കാരണം നിബിധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ, എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സൗബാൻ. അല്ലാഹുവേ, കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല. ആരാരുമില്ലാത്ത വഴിയോരത്ത് മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, ആരാ ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്താ? സൗബാൻ തങ്ങളെ ചോദിക്കുമ്പോ ആയിഷ ബീബി പറയുന്നു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. പടച്ചവരെ, സഫ്വാൻ തങ്ങൾക്ക് ആ ശബ്ദം പരിചയമുണ്ടായിരുന്നു. ആയിഷയാണെന്ന് മനസ്സിലായി. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്നു, ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. പടച്ചവരെ, ചാടിയിറങ്ങുകയാണ്. ഏ ഉമ്മാ, ഏ ഉമ്മാ, കേറുമ്മാ, ഈ കുതിരയുടെ മുകളിലേക്ക് കേറുമ്മാ, ഈ സഫ്വാൻ നടക്കാമുമ്മാ.
ഈ വാഹനത്തിലേക്ക് കുറിച്ച് വ്യഭിചാര ആരോപണം തുടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല. പടച്ചവരെ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയെ കുറിച്ച് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാണ്. കൂടെ പോയവര് പറഞ്ഞത് കാരണം അത് പലരും വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായിടൂ. നബി തങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയെ കുറിച്ച് പടച്ചവരെ എവിടെയും ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് നബി തങ്ങൾ കേട്ടു നബി തങ്ങൾക്ക് സങ്കടമായി. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവനെ, അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറുകയാ. നബി തങ്ങൾ അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബത്തേ, എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നാ ഭർത്താവായ എന്റെ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയടോ? എന്റെ ആയിഷയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കയറി പ്രഖ്യാപിക്കുകയാ. നബി തങ്ങൾ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു നാട് മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒറ്റപ്പെടുത്തിയപ്പോ എല്ലാവരും അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. സ്വഹാബത്തേ, എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ, എന്റെ ആയിഷ എനിക്കറിയാ സഹാബ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ സഹാബ. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ആയിഷയുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായ പ്രവർത്തനം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. എന്റെ ആയിഷയെ പടച്ചവനാണ് സത്യം, എനിക്ക് ഇഷ്ടമാ, എനിക്ക് വിശ്വാസമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഴുതുകൾ കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, പറയുമോ പെങ്ങള്? നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ തലയുടെ മുകളിൽ ഒരു ചാണ മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് തല താട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാ. ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും കൈയൊഴിയുന്ന ദിവസം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്.
നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ആ പരലോകത്ത് നിന്റെ ഭർത്താവ് റബ്ബിനോട് പറയണമല്ലാ, എന്റെ ഭാര്യ നല്ലവളാ അല്ലാ, ഇവള് നിന്നെ ഭയന്ന് ജീവിച്ചവളാ അല്ലാ, ഇവൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ സാക്ഷി പറയുമോ പെങ്ങള്? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. പ്രിയപ്പെട്ട സഹോദരി, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. തെളിവ് വരെ എതിരാ. എന്നിട്ട് പോലും എല്ലാരും പറഞ്ഞപ്പോഴും നബിതങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ ആയിഷ നല്ലവളാ, എനിക്ക് വിശ്വാസമാ. അതാണ് വിശ്വാസം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? നമുക്ക് ആ വിശ്വാസം ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെഡറൽ ബാങ്കിന്റെ ലോക്കറിൽ, SBIയുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കുകളാണ് നമ്മുടെ ഫോണിന്. എടാ, കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന ലോക്കറിനില്ലാത്ത ലോക്ക് നിന്റെ ഫോണിന് അല്ലേ? ഭാര്യ ഭർത്താവിന്റെ ഫോണ് തൊടാൻ പാടില്ല. ഭർത്താവിന്റെ ഫോൺ ഭാര്യ തൊടാൻ പാടില്ല. തൊട്ടാ പറയും ഓൾക്ക് എപ്പോഴും സംശയം സംശയം സംശയം. സംശയ രോഗിയാവള്. പേടിയടോ. പരസ്പരം വിശ്വാസമില്ല. കക്കൂസി പോകുമ്പോഴും ഇതും ചുമന്നുകൊണ്ടാ പോണേ. കാരണം വെളി വെക്കാൻ പേടി. കാരണം അത്രയ്ക്കും നല്ല വിശ്വാസവും സ്വഭാവമോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചിരിക്കണ്ട, പുറത്ത് വെച്ചാൽ അറിയാം. നമ്മുടെ പുറത്ത് ആരെങ്കിലും മെസ്സേജ് എഴുതിയ ബഹളം, എന്തൊക്കെ ബഹളം. എടാ, കൂടെ കടന്നവളെ വിശ്വാസം ഉണ്ടാകണം. പെങ്ങളെ, കൂടെ കിടക്കുന്നവന് വിശ്വാസം ഉണ്ടാകണം. അള്ളാഹു വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ വലിയ ഭാരം പോലെയാടോ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ജീവിതം. ഇന്ന് കുടുംബ വഴക്കുകൾ വല്ലാതെ വർദ്ധിക്കുന്നു. കാരണമൊന്നും വേണ്ട. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് കരയാ, ഉസ്താദെ എൻ്റെ ഭാര്യ പള്ളിയിൽ നിന്ന് പേപ്പർ വന്നു ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്താടാ? എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട എന്ന്. എന്ത് പറ്റിയിട്ടാ ചെറുപ്പക്കാരാ? അവള് സങ്കടത്തിൽ ഇരുന്നപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിച്ചില്ല എന്ന്, അതുകൊണ്ട് അവൾക്ക് വേണ്ടാന്ന്. കൊള്ളാം, നല്ലത്. കാരണങ്ങൾ നോക്കണം. ഇന്നത്തെ കാരണങ്ങൾ എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സുഹൃത്തുണ്ട്, എന്നോട് പറഞ്ഞു, ഉസ്താദ് അനിയന്റെ കല്യാണം ഉസ്താദ് വരണം, ഉസ്താദ് എന്നെ നിക്കാഹ് നടത്തണം, വരാന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. അവൻ അവസാനം ഞാൻ കണ്ടപ്പോ ജാമ്യം എടുക്കാൻ വേണ്ടി അടുത്ത് പോയിട്ട് പറഞ്ഞോടാ, എനിക്ക് സുഖമില്ലായിരുന്നു, വരാൻ പറ്റിയില്ലടാ, അള്ളാഹു ബർക്കത്തൊക്കെ ചെയ്യട്ടേടാ. എന്തേടാ പെണ്ണുമ്പിള്ള എന്തേ? അവള് പോയി ഉസ്താദെ, അവള് പോയി. എന്തേടാ? അവള് പോയി. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ കാരണങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന്റെ വിലയും അതിന്റെ മഹത്വം ഒന്നും നമുക്കറിയണില്ല. എന്തോ നമ്മൾ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ചോദിക്കും, ഹബീബെ ഭാര്യ എങ്ങനെയുണ്ട്, ജീവിതം എങ്ങനെയുണ്ട്? എന്താ പറയാനാ, എങ്ങനെ പോണെന്ന് എന്ന് പറഞ്ഞാ എന്തോ വലിയ ചുമട് ഇവൻ ചുമന്നുകൊണ്ട് നടക്കണ പോലെ. പെട്ടുപോയി, ഇനി അങ്ങ് അനുഭവിച്ചു തീർക്കാം എന്ന് പറയണ പോലെ. എന്തോ വലിയ ത്യാഗം പോലെ. എടാ, ഏത് മനുഷ്യനും ചോദിക്കുമ്പോ പറയും എന്തോ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ. ഏത് ഉരണത്തിൽ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ വഹിക്കുന്ന പോലെ പറയാ, ഇങ്ങനെ പോണ്. പെണ്ണിനോട് ചോദിക്കും, ഇക്ക അങ്ങനെ ഉണ്ട്? ഓ, അന്നും പറയണ്ടടി, ഭാര്യ പറയാതിരിക്കലാ നല്ലത്. അവസ്ഥ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ സഹോദരൻ? നിങ്ങൾക്കറിയോ അതിന്റെ വില എന്താണെന്ന്? ഇവിടെ കുടുംബജീവിതത്തിന്റെ വില അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇന്ന് ലോകത്ത് ജനങ്ങൾ സമാധാനമില്ലാതെ നെട്ടോട്ട് ഓടുന്ന കാലവാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം അവർക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? വിവാഹം കഴിച്ചാൽ മതി. വിവാഹം കഴിക്കുന്നവന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? ഉണ്ടോ? എന്റെ പൊന്ന് സിറാജെ, അതൊന്ന് ഓർമ്മിപ്പിക്കാതെ റബ്ബേ. ഇല്ലേ താത്ത, നീ എങ്ങനെ നടന്നവളാ? ആടിച്ചു പൊളിച്ച് നടന്ന നിന്നെ ഈ ചങ്ങാതിയുടെ കൂടെ കൂടി സിറാജെ അന്ന് പോലെ പോയടാ, സമാധാനമൊക്കെ പോയി. പെട്ടതുപോലെ നമ്മുടെ അവസ്ഥ. കാരണം എന്തെന്നറിയോ? നമുക്കതിന്റെ വില അറിയുന്നില്ലടോ, അതിന്റെ മഹത്വം അറിയുന്നില്ല. എടോ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സുഖമുള്ള ഒന്ന് ഈ ദുനിയാവിലില്ലടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഈ ഇരിക്കണ എന്റെയും നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം? ഈ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്നത്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ഒന്നുമില്ല. 33 വയസ്സാ എല്ലാത്തിനും. അവിടെ കിളവന്മാരൊന്നുമില്ല.
പ്രായമുള്ളതൊന്നുമില്ല, ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരൊന്നുമില്ല. അവിടുത്തെ എല്ലാവർക്കും 33 വയസ്സ്, ആണിനും പെണ്ണിനും 33 വയസ്സ്. കറുത്തവരോ ഇരുനിറമുള്ളവരോ ഒന്നുമില്ല. അവിടെ എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാ. എല്ലാവരും സൗന്ദര്യവാന്മാരാ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണോ? വേണ്ട. കിളക്കേണ്ട, പുട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടും ഇല്ല ചങ്ങാതി. പെങ്ങളെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് തിന്നണോന്ന് തോന്നിയ ആ ആഹാരം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അവിടെ രാവിലെ കഷ്ടപ്പാട്, രോഗമോ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിയൊന്നും ചെയ്യേണ്ട. നീ എഴുന്നേറ്റ് വീട് തൂക്കണം, വസ്ത്രം കഴുകണം, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, ഒന്നും വേണ്ട. നിനക്കവിടെ സേവകന്മാരുണ്ട്, നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരമുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഇതാ സ്വർഗം അല്ലാഹ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്വർഗത്തിൽ പോകണമെന്ന നമ്മുടെ ആഗ്രഹം. ഇതാണ് അല്ലാഹ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ സ്വർഗത്തിലേക്ക് അല്ലാഹു ആദം നബിയെ പടച്ചു കയറ്റിവിട്ടു. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കാം. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്താ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റി നിനക്ക്? ഇത്രയെല്ലാം ഞാൻ തന്നിട്ട് ഒരു സന്തോഷമില്ലാത്ത എന്താ? ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞു, ഉത്തര പടച്ചോനെ, എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. ഇതാടോ ജീവിതം. ഇവിടെ സ്വർഗം തീപ്പോടെ നടന്ന ആദം നബിക്ക് അത് കിട്ടിയിട്ട് മതിയായില്ല. അള്ളാഹു ഒരു ഇണയെ കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. ഇതാ ജീവിതം എന്ന് പറഞ്ഞ സ്വർഗവാ. ജീവിതം എന്ന് പറഞ്ഞാൽ നിനക്കറിയാഞ്ഞിട്ടാ. നീ ഹജറുൽ അസ്വദ് മുത്തണ്ടേ പാപം പൊറുക്കണമെങ്കിൽ? ഹജറുൽ അസ്വദ് മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുക്കുന്നവന്റെ പാപം പൊറുക്കൂലേ? നീ ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. വയല് കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആരും കാണാനില്ല. ആ സമയത്ത് സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി പാപം പൊറുക്കാൻ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ ആ പിടിക്കുന്ന സമയം അത്രയും നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. ഇതുപോലെ വേറൊരു അമല് നീ പറഞ്ഞതാ, ഇതുപോലെ വേറൊന്ന് പറഞ്ഞതാ. ഇതാണ് ജീവിതം. ഭർത്താവും ഭാര്യയും. പെണ്ണ് ചിരിക്കണം, ഭർത്താവിന്റെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിന്ന് സ്വീകരിക്കുന്നവളാകണം പെണ്ണ്. കഷ്ടപ്പെട്ട് ശരീരം ക്ഷീണിച്ച് വിയർത്തൊലിച്ചു വരുന്ന ഭർത്താവ് എന്ത് സങ്കടത്തോടാ വരണേ. ആ സമയത്ത് ചുമലിൽ കിടക്കുന്ന തലയിലിട്ടിരിക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് ഇക്കാടെ മുഖത്തിങ്ങനെ തുടച്ചിട്ട്, പോട്ടെ ഇക്ക, എല്ലാം ശരിയാകും, അൽഹംദുലില്ലാ, മക്കൾക്ക് വേണ്ടിയല്ലേ. ഒരു വാക്കുമതി സഹോദരി, നിന്റെ ഒരു പുഞ്ചിരി മതി ആ മനുഷ്യന്റെ സങ്കടം മാറ്റാൻ. അള്ളാഹു ജീവിതം അങ്ങനെയാക്കി തരുമാറാകട്ടെ. സീരിയൽ സിനിമയൊന്നും അല്ലല്ലോ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാര്, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ എത്ര ഭർത്താക്കന്മാരുണ്ട്? അല്ലാഹു അലം. എടാ, വയത് കഴിഞ്ഞ് പോകുമ്പോ കൂട്ടുകാരന്റെ പെണ്ണുമ്പിള്ളെ തലയിൽ ഒരു പെണ്ണ് എണ്ണ തേച്ചു കൊടുത്ത അള്ള കൊടുക്കുന്ന പൊതുവിൽ എന്താണെന്നറിയോ? നിനക്ക് ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോഴും കണ്ട തേച്ചതാ, പിന്നെ ഇതുവരെ തേച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഹണിമൂണം കണ്ട പോയപ്പോഴാ എന്തൊരു സ്നേഹമായിരുന്നു. എണ്ണ തേച്ചു, താടി ജീവി, മുടി ജീവി. നീ ആ കഷണ്ടിയിൽ തേക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഓനൊന്നും കൂടെ കെട്ടാൻ നടക്കാം ഉസ്താദേ, അല്ലേ? അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കടോ, സ്നേഹിക്ക്. ജീവിതം അല്പമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്ക്. സ്നേഹിച്ചാൽ മറക്കൂല. ഭർത്താവ് പറയാ, പടച്ചോനെ, ഭാര്യ പറയുന്നു, ഉസ്താദ് എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക. എന്തൊരു ജീവനാ എൻ്റെ ഇക്കാക്ക്. ഭാര്യ പറയുന്നു, എൻ്റെ ഇക്കാക്ക് വലിയ ജീവനാ. ഭർത്താവ് പറയുന്നു, അയ്യോ, എന്നെ നീ ഇല്ലാതെ പറ്റത്തില്ലടി, എന്താ ഒരു ദിവസം പോലും നിന്നെ കാണാതെ. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് കരുത് പെങ്ങളെ, നീ മരിച്ചെന്ന് കരുത്. സഹോദരി, നീ മരിച്ചുപോയി എന്ന് കരുത്.
നീ മരിച്ചു, നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. 3, 7, 11 ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു. കുറേ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അളിയ ചെറിയ പ്രായമല്ലേ ആയുള്ളൂ, മക്കളൊക്കെ ഉണ്ടല്ലോ, അല്ല ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിവാഹം കഴിക്കണ്ടേ? വിവാഹം കഴിക്കണ്ടേ? നിന്റെ ഇക്കാടെ മറുപടി എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞു തരാം. ആണുങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട്, എല്ലാരെയും എങ്ങനെ പറയൂല. ചില ആണുങ്ങൾ പറയുന്നൊരു മറുപടി, അളിയ 40 കഴിയട്ടടാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയും. അള്ളാഹു നോക്കി മന്ദരമാണാകട്ടെ. 40 കഴിയുന്നതിന് മുമ്പ് കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? സഹോദരൻ, നീ മരിച്ചുപോയി, 4 മാസവും 10 ദിവസവും നിന്റെ ഭാര്യ ഇരിക്കണം. അതുമല്ല ഉമ്മാമ്മമാരിരുന്നാലിരുന്നു. നിങ്ങൾ ഒരൊക്കെ തട്ടിയും മുട്ടി ഇങ്ങനെ 40 വരെ ഇരിക്കും. എന്നിട്ട് പിന്നെ പതുക്കെ പുറത്തോട്ടിറങ്ങും. ഇന്ന് ഇദ്ദയൊന്നും ഇല്ലടോ. അത്രയൊക്കെ ഉള്ളു ജീവിതം. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് മരിച്ചാലും മറക്കൂല. അത് മരിച്ചാലും മറക്കൂല. അത് വല്ലാത്ത ഒരു സ്നേഹമാ. അങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പഠിപ്പിച്ചു. സ്നേഹിച്ചു നോക്കിക്കേ, മരിച്ചാലും മറക്കൂല. അള്ളാന്റെ റസൂല് ഖദീജ എന്ന് പറഞ്ഞ കരയും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. നബിതങ്ങൾ മരിക്കണ കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾ കരയും. ആരെങ്കിലും ഇത്തിരി നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അപ്പൊ ഖദീജയുടെ ഫ്രണ്ടിന് വീട്ടിൽ കൊടുത്തു വിടും. മറ്റുള്ള ഭാര്യമാരോട് നബിതങ്ങൾ എപ്പോഴും പറയും, നീ ഒന്നും എന്റെ ഖദീജയെ പോലെ അല്ലെന്ന്. അതാ സ്നേഹം. മരിച്ചാലും മറക്കൂല. സ്നേഹം കൊടുത്തു നോക്ക്, അത് മരിച്ചാലും മറക്കാത്ത സ്നേഹമാ. അള്ളാഹു നമ്മുടെ സ്നേഹം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? ഇരിക്കുമെങ്കിൽ ഒരു ചരിത്രം പറയാം, എന്നിട്ട് വാച്ച് ചെയ്യാം. ഇരിക്കുവോ? പറയണോ നിർത്തണോ? നിങ്ങൾ ഇരുന്ന അരമണിക്കൂറും കൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ നിർത്തും. എന്ത് വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലൊക്കെ പൊക്കണം കേട്ടോ. ഇരുന്ന കുഴപ്പമൊന്നുമില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മന്തി തിന്നിട്ടിരിക്കുന്നവന് വല്ലതും കൊടുത്തിട്ട് കാര്യമുണ്ടോ? വിശക്കുന്നവനാ. നമ്മൾ പണ്ടുള്ള ഇപ്പൊ ആൾക്കാർ പറയുന്നത്, ആവശ്യമുള്ളവനാണ് അറിവ് കൊടുക്കേണ്ടത്, വേണ്ടവൻ ഇൽമ തേടി വരുന്നവന് കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് അവഴത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ഇങ്ങനെ ഗാനമേളയും പാട്ടും ആഘോഷങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോക്കിയ കാമുകനും കാമുകയും കൂടെ പോയിരിക്കും, ഒരു ജ്യൂസ് വാങ്ങും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങും, രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൂടി. ഇത് പഠിപ്പിച്ച ആരാന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ കുറച്ച് പാലോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തു ഒരാൾ സഹാബി. ആരെ കൊണ്ടുവന്ന്? നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക്. ഭാര്യയോട് പറഞ്ഞു നീ കുടിക്കാൻ. അതൊക്കെ ചരിത്രം ഉണ്ട് പഠിക്കാൻ. ആദ്യം ആർക്കാ കൊടുക്കണ്ടേ? നമ്മൾ തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിന്നാ മതി. അങ്ങനെ നബിതങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കുടിക്ക ആയിഷ. എന്റെ നബി നിങ്ങൾ കുടിക്ക്. ആയിഷ നീ കുടിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല കുടിച്ചു. നബിതങ്ങൾ മതി നബിയെ. ഇല്ല ആയിഷ, നീ വയറ് നിറച്ച് കുടിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അതിങ്ങനെ കുടിച്ചു. കുടിച്ചിട്ട് നബിതങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ പാത്രത്തിന്റെ ചുറ്റുഭാഗത്ത് കളഞ്ഞുപോയ വസ്തു തിരയുന്നത് പോലെ നബിതങ്ങൾ ഇങ്ങനെ തിരയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ നോക്കണേ? ഇല്ല ആയിഷ, നീ എവിടെയാണ് ചുണ്ടുവെച്ച് കുടിച്ചത് എന്ന് തിരയുകയാണെന്ന് നബിയിന റസൂലുള്ളാഹി. നീ എവിടെയാണോ ചുണ്ടുവെച്ച് കുടിച്ചത് ആ നനവ് എവിടാ നോക്കുക. എന്നിട്ട് നബിതങ്ങൾ കണ്ടുപിടിച്ചു. അതേ സ്ഥലത്ത് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നബിതങ്ങൾ പാല് കുടിച്ചു. ഇതാ ഭാര്യയും ഭർത്താവും. ഈ ആയിഷ ബീവി നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ പറയുന്നുണ്ട്, ആയിഷ ബീവി, എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ? നബിതങ്ങളുടെ തൊണ്ടയുടെ താഴെ അവസാനം പോയത് എന്റെ ഉമ്മനീര. ആയിഷ പറയാ, എന്റെ ഭർത്താവായ നബിതങ്ങൾ വഫാത്താകുമ്പോ അവസാനമായിട്ട് നബിതങ്ങളുടെ തൊണ്ടയ്ക്ക് താഴെ പോയത് എന്താ? മിസ്വാക്ക് ചെയ്യാൻ പറ്റും, നബിതങ്ങളുടെ മുമ്പിൽ മിസ്വാക്ക് ചെയ്യണം. ഇങ്ങനെ കൊണ്ടുവന്നപ്പോ നബിതങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. അതിങ്ങനെ പല്ലുകൊണ്ട് ആയിഷ ബീവി ഇങ്ങനെ കടിച്ച് ഇങ്ങനെ അത് പാകമാക്കി ആയിഷയുടെ വായിൽ വെച്ച് എന്നിട്ടാ തേച്ചു കൊടുത്തേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതാ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വിവാഹം കഴിക്കുകയാണ്. പ്രേമിച്ച് കെട്ടിയതല്ല, അതുകൂടെ മനസ്സിലാക്കണം.
25 വയസ്സുകാരൻ 40കാരിയെ പ്രേമിച്ച് കെട്ടിയതുമല്ല, നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചതുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. ഇവർ രണ്ടുപേരുടെയും കുടുംബ ജീവിതം 25 വർഷമാണ്. നബിതങ്ങളും ഖദീജ ബീവിയും 25 വർഷം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സ് പ്രായമായി. ഖദീജ ബീവിക്ക് ആ 65 വയസ്സുകാരിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് ഒരുങ്ങിയിട്ട് ഭർത്താവിനെയും കാത്ത് വീടിന്റെ മുമ്പിൽ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. സലാം പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. നബിതങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. സീരിയലിന്റെ കഥയല്ല, സിനിമാ കഥയല്ല. അള്ളാന്റെ റസൂലിന് 65 വയസ്സുള്ള ഖദീജ ഭക്ഷണം കൊടുത്തു. നബിതങ്ങൾ കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ ബീബി നബിതങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീബി ഖദീജ ബീബി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഇത്തിരി ഭക്ഷണം വാരി തരട്ടെ നബിയെ? ആരാന്ന് ചിന്തിക്കണം. 65 വയസ്സുള്ള വൃദ്ധയായ ഖദീജ ബീബി തന്റെ ഭർത്താവിനോട് ചോദിക്കുകയാ, ഞാൻ ഇത്തിരി ഭക്ഷണം വാരി തരട്ടെ നബിയെ? പിന്നെന്താ ഖദീജ, നീ വാരിത്ത. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീബി ചോദിച്ചു, എനിക്കിത്തിരി വാരി തരുവാ നബിയെ? പിന്നെന്താ ഖദീജ? റസൂലുള്ളാഹി തങ്ങള് ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഇതാ ഭാര്യയും ഭർത്താവും. നിനക്ക് ഓർമ്മയുണ്ടോ ഭാര്യയുടെ കൂടെ ഇരുന്ന് തിന്ന ദിവസം? ഉണ്ടോ? ഉണ്ടോ മങ്ങളെ? നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണ്ട, നീ കൂടെ ഇരുന്നൊരു പാത്രത്തിൽ നിന്ന് വാരി തിന്നതെങ്കിലും ഓർമ്മയുണ്ടോ? ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നബിതങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ഉമ്മ ചോദിച്ചു, നബിയെ, ഞാൻ ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിടക്കുക ഖദീജ. ഖദീജ ബീബിയെ പിടിച്ച് നബിതങ്ങൾ മടിയിൽ തലവെച്ച് കിടക്കാൻ സമ്മതിച്ചു. ഖദീജ ബീബി ഇങ്ങനെ നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വല്ലാത്ത ചിരി. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്, സുബ്ഹാനല്ലാഹ്. ഖദീജ ബീബി നബിതങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യ, എന്താ നബിയെ ഇത്? അള്ളാന്റെ റസൂലും വിട്ടുകൊടുത്തില്ല. അവിടെ നിന്ന് ചോദിച്ചു, ഖദീജ എന്താ നീ ആദ്യമായിട്ട് കാണാൻ? 25 കൊല്ലം ആയില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്? ഇതാ ഭാര്യയും ഭർത്താവും. ഇന്ന് എത്ര പേരാ ഭാര്യയുടെ കൂടെ കിടക്കുന്നത്? ഭർത്താവ് പ്രായമായി കഴിഞ്ഞാൽ 2 റൂമിൽ. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് വേറെ റൂമിൽ, ഭാര്യ വേറെ റൂമിൽ. ഒരുമിച്ച് കിടക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ സ്നേഹം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഖദീജ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, അങ്ങയുടെ കൂടെ കൂടിയിട്ട് 25 വർഷമായി നബിയേ. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. അവിടെന്ന് പൊരുത്തം ചോദിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ പെങ്ങളെ, നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഖദീജയുടെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മുത്തിന്റെ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടച്ചവനെ, ആരാരും ശല്യം ചെയ്യാത്ത ഭാഗത്ത് അല്ലാഹു ഖദീജയ്ക്ക് ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ കൊട്ടാരം കിട്ടാനുള്ള കാരണമെന്നറിയോ? നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. പടച്ചവനെ, 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പും നുബൂവത്ത് കിട്ടിയതിനു ശേഷവും നബിയായതിനു ശേഷവും അതിനു മുമ്പും ഈ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ ബീബി നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല.
ആ 15 വയസ്സ് കൂടുതലുള്ള ഭാര്യ നബി ആയതിനു ശേഷം മാത്രമല്ല, നബി ആകുന്നതിന് മുമ്പ് പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ആ ഭാര്യ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പടച്ചവന് ആ കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നതെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഖദീജ ബീബി അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുകയാ. അല്ലാഹുവേ, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ് പടച്ചവരെ. അങ്ങനെ ഒരു മരണം കിട്ടുക എന്ന് പറയുന്നത്, പൊരുത്തം ചോദിച്ച് കടം വീട്ടി യാത്ര പറഞ്ഞ് വസിയത്ത് ചെയ്ത് മരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമാണോ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം തരണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. അല്ലാഹുവേ, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കൂ. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മാരകമായ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസറും ട്യൂമറും പോലെയുള്ള മാരകമായ രോഗങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നമ്മൾ തയ്യാറാകൂ. എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ, എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ. ഈ പരിപാടിയുടെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടോ. അല്ലാഹുവേ, നിങ്ങളുടെ പള്ളിക്കും മദ്രസയ്ക്കും വേറെ വരുമാനമൊന്നുമില്ലല്ലോ പടച്ചവനെ. ഒരു കോട്ടേഴ്സിന്റെ പണി നടക്കുകയാണ്, അതിന്റെ അവസാന ഘട്ടമാണ്. നിങ്ങളിൽ പലരും കൊടുത്തവരാണ്. നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇത്രയുമായത്. ഉസ്താദേ, ഞങ്ങൾക്കതൊന്ന് പരിപൂർണമാക്കി എടുക്കണം ഉസ്താദ്. പടച്ചവനെ, ഒരു വല്ലാത്ത നല്ല കാര്യമാണല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണല്ലോ പടച്ചവനെ, നമുക്കാർക്കുമല്ലല്ലോ. അതുകൊണ്ട് പ്രയോജനം നമുക്ക് തന്നെയല്ലോ. അതുകൊണ്ട് പടച്ചവനെ, നമ്മൾ സഹായിക്കണമടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്? ചോദിച്ചാ പറയും, ഉസ്താദേ, ഞാൻ കൊടുത്തതാ. അങ്ങനെയൊന്നും പറയരുതടോ. അൽഹംദുലില്ലാഹ്, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. മനസ്സറിഞ്ഞു കൊണ്ട് കൊടുക്കൂ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ ഇത്, റജബ് മാസമാണല്ലോ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖയെടുക്കൂ. അല്ലാഹുവോട് പറയണം, ക്യാൻസറോ ട്യൂമറോ മാരകമായ രോഗങ്ങളോ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. സംഘാടകർ കടന്നു വരികയാ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കണോ. നഷ്ടമാകില്ല. അല്ലാഹുവേ, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم ارحم റഹീമായ അല്ലാഹ്. ദയാലുവായ റബ്ബേ, ഈ റജബിന്റെ രാത്രിയിൽ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവരെ നിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നുണ്ടോ, നീ അവര് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അവരെ നീ കാക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാ, റജബ് മാസമാ, അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക്. പെങ്ങളെ നഷ്ടമാകത്തൊന്നുമില്ല. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ചില ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദേ, എനിക്ക് രോഗമാ, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല. ഇനി എല്ലാ മരുന്നും ഞാൻ കഴിച്ചു, പോകാനൊന്നുമില്ല ഉസ്താദേ. രോഗം മാറാനുള്ള ഒരു വഴി എന്താ? രോഗം മാറാനുള്ള ഒരു വഴി, അള്ളാഹുവിന് ചില അടിമകളുണ്ട്.
മുത്തുനബി പഠിപ്പിക്കുകയാ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചികിത്സിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുമ്പോൾ അള്ളാഹിനോട് പറയണം, പടച്ചോനെ എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും മോശമായ ഒരു രോഗം, മാരകമായ ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം, എന്നെ അറുത്തു മുറിക്കരുത്, ഇന്ന് നീ വേദനിപ്പിക്കരുത്. അള്ളാഹുവെ കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ വരുത്തരുത്. എല്ലാവരും സദക്ക ചെയ്യും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കൈ പിടിച്ചിട്ട് പറയാ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്ക് പൊരുത്തം തരണം നബിയെ. ഞാൻ അങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം തരണം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഇതെന്തേ ഖദീജ ഇങ്ങനെ, ഇതെന്താ പറ്റിയത് നിനക്ക്? പതിവില്ലാത്ത ഒരു വർത്തമാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്, എന്തു പറ്റി ഖദീജ? അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ, പോകാ സമയമായി നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണമെടുത്ത വാർത്ത നബിതങ്ങളോട് പറയുകയാണ്, നബിയേ, 25 വർഷമായി ഞാൻ അങ്ങയുടെ കൂടെ കൂടിയിട്ട് അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂലിനോട് പൊരുത്തം ചോദിക്കുമ്പോ നബിതങ്ങൾ ആ ഖദീജ ബീബിയുടെ വാപുത്തി പിടിക്കുകയാണ്. എന്തേ ഖദീജ, എന്തേ ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കുകയാണോ ഖദീജ? നിന്നെ കുറിച്ച് പറയാ പരാതിയില്ല ഖദീജ, നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയുമില്ല, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. അള്ളാന്റെ റസൂലിന്റെ മറുപടി കേട്ടപ്പോ ഖദീജ എന്ന 65 വയസ്സുകാരി ചാടി എഴുന്നേക്കുകയാണ്. മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ നബിയേ? എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ നബിയേ? അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ, എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല നബിയേ, അതുകൊണ്ട് എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എന്റെ ജനാസം നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, വേറെ ഒരു പെണ്ണ് പോലും എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് മിണ്ടാതെ നിൽക്കുമ്പോ 65-കാരിയായ പ്രിയപ്പെട്ട ഭാര്യ മുത്തുനബിയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. അള്ളാന്റെ റസൂലേ, സമ്മതിക്കു നബിയേ, സമ്മതിക്കു നബിയേ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാമെന്ന് സമ്മതിക്കു നബിയേ. തന്റെ ഭാര്യ ഇങ്ങനെ മുത്തുനബിയെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിച്ചടോ നബിയേ, എന്റെ 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ നബിയേ? നിങ്ങളില്ലാതെ പറ്റൂല നബിയേ, നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റൂല നബിയേ, നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ, ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാണ് നബിയേ, നിങ്ങളില്ലാതെ പറ്റൂല നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളുണ്ടല്ലോ, അത് കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണം നബിയേ.
ഈ ഷാൾ എനിക്ക് വേണം നബിയേ, ഈ ഷാൾ എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കുമ്പോ എനിക്ക് അങ്ങയുടെ സുഗന്ധം വേണം നബിയേ. അതാണ് സ്നേഹമെന്ന് പറയുന്നത്, അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഖദീജ പറയുന്നു, അങ്ങയുടെ ഷാൾ എനിക്ക് വേണം നബിയേ. നബിതങ്ങൾ സമ്മതിച്ചടോ. മൂന്നാമതായിട്ട് ഖദീജ ഉമ്മ നബിതങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്തും മണ്ണിലിറക്കി വെക്കാറ്, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാറ്. വല്ലാത്ത ആഗ്രഹമാണ് ഖദീജ ബീബി പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളെ സമ്മതിക്കുകയാണ്. ലോകത്തോട് ഖദീജ ബീബി വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ജനാസ കുളിപ്പിച്ചടോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് നബിതങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീബിയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. മയ്യത്ത് പുതിയ സമയമായപ്പോ ആ ഷാളെടുത്ത് ചുംബിക്കുകയാ. തന്റെ ഭാര്യയുടെ മയ്യ കഫൻ തുണിക്കകത്ത് വെക്കാറ്, തന്റെ പ്രിയപ്പെട്ടവളുടെ ആ മയ്യത്ത് തുണിക്കകത്ത് വെക്കാറ് മുത്തുനബി ആ ഷാള് ചുംബിക്കുകയാണ്. ഖദീജ ബീബിയുടെ കഫൻ പൊതിയുന്ന തുണിയിൽ വെച്ച് പൊതിയുകയാണ്. റബ്ബേ, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിനകത്ത് ഇറങ്ങുകയാണ്. ആ ജനാസ നബിതങ്ങളാണ് മണ്ണിലേക്ക് വെച്ചത്, തന്റെ കൈ കൊണ്ടാണ് മണ്ണിലേക്ക് വെച്ചത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂല് പിടിമണ്ണ് വാരി വെക്കുമ്പോ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. ഖദീജ ബീബിയുടെ കഫം തുണി പോലും നനയുന്ന രീതിയിൽ നിബിതങ്ങൾ അവിടെ നിന്ന് കരഞ്ഞടോ. അവിടെ നിന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അതിനുശേഷം പ്രവാചകൻ ഒരുപാട് വിവാഹം കഴിച്ചു. പക്ഷേ ഖദീജയോട് വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു, വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. നല്ല ഭക്ഷണം കിട്ടിയ നബിതങ്ങളെ തന്റെ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. അല്ലാഹുവേ, എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ. നബിതങ്ങൾ ഒരിക്കൽ എന്തോ പറഞ്ഞപ്പോ ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആയിഷയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ചു, ഈ പ്രായമുള്ള ഈ കിളവിയോട് മാത്രം എന്തേ ഇത്ര സ്നേഹമെന്തേ? വേറെ ഭാര്യമാരൊന്നുമില്ലേ? മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞടോ. ഖദീജയെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറഞ്ഞു, ആയിഷ, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല ആയിഷ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരസ്പരം സ്നേഹിക്കടോ, പരസ്പരം ബഹുമാനിക്കടോ. ഇത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്, ഈ സ്നേഹം കണ്ടാ മക്കൾ വളരുന്നത്, ഈ പരസ്പരമുള്ള ബഹുമാനം കണ്ടാ മക്കൾ വളരുന്നത്. ഇത് കണ്ട് വളർന്ന മകളാണ് ഫാത്തിമ. ഉപ്പയുടെ മരണം കണ്ടവൾ വാപ്പയും ഉമ്മയും മത്സരിച്ചിട്ടാണ് രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവേ, ആ ഖദീജയുടെ മകളായ ഫാത്തിമ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ ഭർത്താവായ അലിയാർ തങ്ങളോട് 3 വസിയത്താണ് പറഞ്ഞത്, 3 വസിയത്താണ് പറഞ്ഞത്. എന്റെ മക്കളെ ഉപദ്രവിക്കരുത്, എന്റെ മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഫാത്തിമയുടെ വസിയത്തായിരുന്നു, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, പകല് ഖബറടക്കരുത്. കാരണം എന്റെ മയ്യത്ത് പൊതിയുന്നതും ചുമക്കുന്നതും ഖബറിൽ ഇറക്കി വെക്കുന്നതും അന്യ പുരുഷന്മാരാണ്. അലിയേ, എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല.
മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ, മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് പോലും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് ഖദീജയുടെ മകളായ ഫാത്തിമ, ഇതാണ് മുത്തുനബിയുടെ മകളായ ഫാത്തിമ. അതുകൊണ്ട് മാതൃകയാകടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ നല്ലത് പറയട്ടെ, നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് നല്ലത് പറയട്ടെ. നാളെ രക്ഷപ്പെടും പെണ്ണേ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും പടച്ചവനെ മരിക്കുന്ന കാലം വരെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അവസാനം കുടുംബസമേതം ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമായി ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ദുആ ചെയ്യാൻ പോവുകയാ. പടച്ചവനെ, റജബ് മാസമാണ്, റജബുന് ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. സൂക്ഷ്മത വേണേ, സൂക്ഷ്മത വേണേ. അല്ലാഹുവേ, ഈ മാസത്തെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂടെ നടക്കുന്നവര്, നമ്മുടെ കൂടെ കിടക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്ന് പോലീസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം അത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇൻഷാ അല്ലാ സൗണ്ട് ഇത്തിരി കുറച്ചോ ലത്തീഫെ, മൈക്ക് സെറ്റുകാരൻ ഞാനും ആ പ്രതി ഭാഗത്തായിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി സൗണ്ട് കുറച്ച് വെക്കും ഇൻഷാ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ദുആ ചെയ്യാം. ഇങ്ങ് എടുത്തിട്ട് വാ, പൊടി ഇളക്കാതെ എല്ലാവരും അടുത്ത് വാ, കസേര എടുത്തിട്ട് വാ, ദുആ ചെയ്യട്ടെ. കൊറോണ ഒന്നും ഇല്ല വാപ്പ, ഓടി വാ, ജലദോഷം കണ്ടേ ഉള്ളൂ. പെട്ടെന്ന് വരും ഇൻഷാ അല്ലാ. എല്ലാവരും അടുത്തേക്ക് വാ, ദുആ ചെയ്യാം. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരിമാരിരിക്കും, ആ പുറത്തേക്കാണ് ചങ്ങായിമാരെല്ലാം കയറിക്കും. ഔട്ടൊക്കെ ലത്തീഫ്, ഔട്ടൊക്കെ ഓഫായി, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാ. നിയമങ്ങൾ നമ്മൾ അനുസരിക്കാനുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 8:45 ഇറങ്ങിയതാണ്. എനിക്കറിയാം വണ്ടി വന്ന ഇവിടെ എത്തൂല്ലാന്ന്. വണ്ടി കൊണ്ടുവന്ന് പകുതിയിലിട്ടിട്ട് പിന്നെ ട്രെയിനിൽ കയറി വന്നേ. എന്തായാലും അൽഹംദുലില്ലാ സമയത്ത് ഇത്രയെങ്കിലും എത്താൻ കഴിഞ്ഞല്ലോ. അള്ളാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. പെട്ടെന്ന് കയറി ചങ്ങായിമാർ. അവിടെ ഒരു അലസത നോക്കിയേ, കറങ്ങി കറങ്ങി നിൽക്കുക. ദുആ ചെയ്യാനാണ് വിളിച്ചത്. അതൊക്കെ അപ്പം ഇരിക്കണല്ലോ. ഒപ്പ ഇരുന്നപ്പോൾ ഒരു കസേര എടുത്ത് ഇരുന്നോപ്പാ മോനെ, ഇരിക്കണം കസേര. അൽഹംദുലില്ലാ, അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാം പരിപൂർണമായി പറയണം. 4 കാര്യവും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, സമയം കൂടെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം വല്ലേ ഇവർ വിളിക്കുവാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ ബാക്കി പറയാം. അടുത്ത കൊല്ലം വിളിക്കുമായിരിക്കും, അടുത്ത വർഷം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി അന്ന് പഠിക്കാം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ ദുആ ചെയ്യല്ലേ, ദുആ ചെയ്യല്ലേ. ഇൻഷാ അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്താൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദുആയാ. അപ്പം നമ്മളൊക്കെ ഇപ്പം ഞാൻ തന്നെ, എനിക്ക് സർജറി ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്രയും പ്രയാസമായി, വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോഴും ഞാൻ സർജറി ഒന്നും ചെയ്തുള്ളൂ. ഞാൻ ഈ ദുആ കൊണ്ട് ഒരുപാട് പേര്, ഒരുപാട് ഉപ്പമാർ, ഒരുപാട് ഉസ്താദൊക്കെ, ഒരുപാട് പേര് എല്ലാവരും ദുആ ചെയ്തു. ആ ദുആയിലാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ആയത്. അപ്പോൾ ദുആയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം ദുആയാ. എന്ത് വലിയ പ്രയാസം വന്നാലും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്താൽ, ആ ദുആ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഇന്നത്തെ ദുആയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അപ്പോൾ ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. വെറുതെ കടഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കും. ഒരാൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതിയിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കും. ചില കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ സദക്ക കൊടുത്തിട്ട് ചെയ്താലോ അപ്പോഴും സ്വീകരിക്കും. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? നമുക്ക് ദുആയാ വേണ്ടത്. ഈ സംഘാടകർ ഇൻഷാ അല്ലാ, നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബാത്റൂം, ടൈൽ വർക്കുകൾ, അങ്ങനെയുള്ള അവസാന ഘട്ടത്തെ പരിപാടിയാണ്. നല്ല പൈസ ചിലവാകുന്ന സമയമാണ്. ഒരു വീട് പണിയുന്നവർക്കറിയാം അവസാന സമയമാകും, ഒരുപാട് പൈസ വേണം സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക?
നമുക്ക് ചെറുതോ വലുതോ എന്തെങ്കിലും അതിനകത്ത് അൽഹംദുലില്ലാഹ് നമുക്കൊരു 10,000 രൂപയെങ്കിലും 5,000 നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടം നമുക്ക്. അള്ളാഹിക്ക് നമ്മുടെ പൈസ ഒന്നും വേണ്ട, അള്ളാഹുവിന് നമ്മുടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം, നമുക്കതുകൊണ്ട് നേട്ടമുണ്ടാവുക. എന്താ നേട്ടം? എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഖുർആൻ. ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ ഉസ്താദേ. എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിച്ചിട്ടാ മരിച്ചേ. ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. എടാ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? എന്താ നീ ചിന്തിക്കാത്തെ? നിന്റെ ഉമ്മ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച ആ ഉമ്മ രക്ഷപ്പെട്ടു. ആ ഉമ്മയുടെ മോളായ നിനക്ക് സ്വർഗം കിട്ടുമോ? അതില്ല. നീ വല്ലവരുടെയും മരണം പറഞ്ഞിങ്ങനെ സുഖിച്ച് നടക്കാതെ നിനക്കൊരു നല്ല മരണം കിട്ടണ്ടേ? അതിനുവേണ്ടിയല്ലേ പരിശ്രമിക്കണ്ടേ? നമുക്കൊരു നല്ല മരണം വേണ്ടേ? എന്തായാലും നമ്മൾ മരിക്കും ഒരു ദിവസം, എപ്പോഴാണെന്നറിയില്ല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അതിന് പ്രായമൊന്നും ആവണ്ട, രോഗമൊന്നും വേണ്ട. പ്രായമായവർ മാത്രം മരിക്കുക. ക്യാൻസറും ട്യൂമറും മാരകമായ രോഗമുള്ളവരാ മരിക്കുക? ഒന്നുമില്ലടോ, സമയമായ മരിക്കും. അപ്പൊ അതുകൊണ്ട് ആ മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്തു വെച്ചു. എല്ലാം ഇങ്ങനെ നടക്കുക. പെണ്ണുങ്ങൾ 10 സ്വർണം 1 ലക്ഷം. ഇപ്പൊ തന്നെ നോക്കിക്കേ, കോടീശ്വരിമാരെ അപ്പുറത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ എത്ര 5-6 ലക്ഷങ്ങളുടെ സ്വർണ്ണം ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ചോദിക്കുമ്പോ ഒന്നും തരാൻ വയ്യ. ഇരിക്കണ എല്ലാവരോടും സദക്ക ചോദിക്കുമ്പോ എല്ലാവരും ഓന്റെ സങ്കടമാ പറയണം. ഓ, അങ്ങോട്ട് കൊടുക്കാൻ തോന്നും പറയുന്ന കേട്ടാ. എന്റെ പൊന്നാര സഹോദര, ഈ പെണ്ണുങ്ങൾ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ലോക്കറി വെച്ചിരിക്കാൻ നിങ്ങൾ ധരിക്കത്ത് പോലും ഇല്ല. അതാ സങ്കടം. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കട. ഉമ്മ, നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന സ്വർണം നീ ധരിക്കുക. നീ എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം? മക്കൾക്ക് ഓള് ധരിക്കത്തുമില്ല. കൊണ്ട് അലമാരിലും വെച്ച് ലോക്കറിയും വെച്ചിട്ടെടുക്കാം. മോളെ കെട്ടിക്കുമ്പോൾ കൊടുക്കണം, മോള് വീട് വെക്കുമ്പോൾ കൊടുക്കണം. വാപ്പ നീ ഇങ്ങനെ കഞ്ഞിയും പയറും കുബൂസും നിന്ന് നടന്നാ മതിയോ? വാപ്പ നീ ഭക്ഷണം കഴിക്കും. വാപ്പ നീ മക്കളെന്ന് പറഞ്ഞ് ജീവിക്കുന്നല്ലോ. മക്കളുടെ കാര്യം അല്ല നോക്കുള്ളൂ, നീ നിന്റെ കാര്യം നോക്ക്. നിനക്ക് ആരോഗ്യം വേണ്ട. ഇത് നമ്മൾ ഒന്നും തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, കൊടുക്കത്തുമില്ല, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിനക്കുള്ള പ്രയോജനം എന്താ? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉപ്പ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാവോ എന്ന് അവനോടൊന്ന് ചോദിച്ചേ. ഈ സ്വർണ്ണമൊക്കെ വെച്ചോണ്ടിരിക്കുന്ന ഉമ്മമാര് നിന്റെ സ്വന്തം മകളോട് ചോദിക്ക്, ഞാൻ ഇന്ന് രാത്രി മരിക്കുമ്പോ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ നീ കുളിപ്പിക്കുമെന്ന് വെച്ചേ. ഓക്ക് അറിയാൻ എന്ത് വേറെ പണിയില്ലേ? ആർക്കറിയുന്ന മയ്യത്ത് കുളിപ്പിക്കാൻ? ഇരിക്കണ വാപ്പമാര് ചോദിക്കും, വാപ്പ നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ഓൻ അറിയത്തില്ലല്ലോ. പള്ളിയിലെ ഖതീബിന്റെ കൈ പിടിച്ചിട്ട് മാറി നിൽക്കും, ഉസ്താദേ ഞാൻ നിസ്കരിക്കാം, എന്റെ ഉപ്പായ എന്റെ ഉമ്മായ. ഓന് 4 തക്ബീർ പറഞ്ഞിട്ട് പേടിയാടോ. പാപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ഒരു യാസീൻ ഓതാൻ അറിയും മോന്, കാണാതെ തപ്പ് ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണ പോലെ കൂട്ടത്തിൽ ഓതാൻ അറിയത്തുള്ളൂ, അല്ലാതെ ഓതാൻ അറിയില്ല. പാപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ അറിയുന്ന മക്കളുണ്ട് നമുക്ക്. എന്താ ചിന്തിക്കാത്തെ? അവിടെ കിടന്നിട്ട് വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് പിരിവെടുക്കുന്നവനെ പോലെ ഖബറിൽ കിടന്നിട്ട് അല്ലാ ആരെങ്കിലും ദുആ ചെയ്യണേ അല്ലാ. മക്കൾക്ക് സഭയില്ല. എവിടാടാ വാപ്പാടെ ഖബർ? അത് വൈലത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനില്. എവിടാടാ? ഒരു മരം ഉണ്ടായിരുന്നു അവിടെ, അത്ര തന്നെ. സമയമില്ലടോ ആർക്കും അവിടെ അങ്ങ് പോകാൻ. അതുകൊണ്ട് എന്റെ പൊന്നാരി ചങ്ങാതിമാരോട് പറയുന്നു, നമ്പി നടന്നിട്ട് കാര്യമില്ല മക്കളെ, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. അപ്പൊ അള്ളാഹു ഒപ്പഴെ തരുമ്പോഴേ തരത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സദക്ക പറയുമ്പോൾ എല്ലാത്തിന്റെ മനസ്സിൽ വല്ലാത്ത പേടിയാ. സത്യത്തിൽ അതിന്റെ വില മനസ്സിലാകുന്ന എപ്പോഴെന്നറിയോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ആ മരണം മുമ്പിൽ വരുമ്പോഴാ. മരണം മുമ്പിൽ വരുമ്പോ എടാ അസ്റായീലിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ ഒരല്പ സമയം എനിക്ക് വേണം അല്ലാ. നിസ്കരിക്കാനാണോടാ? അല്ലല്ല. ഖുർആൻ ഓതാനാണോ? അല്ലല്ല. തൗബ ചെയ്യാനാണോ? അല്ലല്ല. ഭാര്യയോടും മക്കളോടും യാത്ര പറയാനാണോ? അല്ലല്ല. പൊരുത്തം ചോദിക്കാനാണോ? അല്ലല്ല. പിന്നെന്തിനാടാ നീ ഇതെണ്ടുന്നേ? പിന്നെന്തിനാ നിനക്ക് സമയം? സംസ്കരിക്കണ്ട, ഖുർആൻ ഓതണ്ട, പൊരുത്തം ചോദിക്കണ്ട, കടം വീട്ടണ്ട, യാത്ര പറയണ്ട. പിന്നെന്തിനാ നീ ഒരു നിമിഷത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുന്നത്? എന്താ? അല്ലാഹുവേ, ആർക്കും കൊടുക്കാതെ ഒരുപാട് അലമാരിക്കകത്തും ബാങ്കിന്റെ അകത്തും വെച്ചിട്ടുണ്ട് പടച്ചവനെ. എന്റെ ഭാര്യയോടൊന്ന് പറയാനാ, എടീ ഞാൻ മരിച്ച ഒരല്പമെങ്കിലും പള്ളിക്ക് കൊടുക്കണേ എന്ന് പറയാൻ. എന്റെ ഭർത്താവിനോട് എന്റെ മക്കളോട് പറയാനാ, എടാ ബാങ്കിലും അവിടെ ഇവിടെയും കിടക്കുന്നതൊക്കെ നീ എടുത്തോ. ഉമ്മാടെ ശരീരത്ത് കിടക്കുന്നതെങ്കിലും മോനെ മരിച്ച പള്ളിക്ക് കൊടുക്കണേ എന്നൊന്ന് പറയാൻ, സദക്ക ചെയ്യാൻ വേണ്ടി അല്ലാഹ്. അപ്പൊ ചോദിക്കും, സിറാജ് ഈ ആയത്തും ഈ മരണവും പറഞ്ഞിട്ടല്ലേ പള്ളിക്ക് വേണ്ടി ചോദിച്ചേ, നീ കൊടുത്തോ? ഇല്ലല്ലാ. എങ്കിൽ നീ കൊടുക്കണ്ടടാ, എങ്കിൽ നീ കൊടുക്കണ്ട. നാണം കെടും ബാപ്പ.
അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു നിമിഷം ചോദിച്ചിട്ട് അത് കിട്ടാതെ നാണം കെട്ട് നിനക്ക് കിട്ടൂല, നീ നാണം കെട്ട് ലോകത്തോട് യാത്രയാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹ് പറയുക, നിങ്ങൾ ഇന്ന് 10,000 10,000 നിങ്ങൾ ഉള്ളത് കൊടുക്കുമ്പോ നിന്റെ പേര് വിളിച്ചു പറയത്തില്ല, ഫ്ലെക്സ് വെക്കൂല, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകളൊന്നും പോകില്ല. അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഉസ്താദെ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എനിക്ക് മരിക്കുന്ന സമയത്ത് കാണിച്ചു തന്നാ മതി, ഇതിന്റെ പ്രതിഫലം. എനിക്ക് ജീവിച്ചിരിക്കുമല്ല, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരണം. ഇതാണ് കൊടുത്തതിന്റെ പ്രതിഫലം, ഇതാണ് നീ കൊടുത്തതിന്റെ പ്രതിഫലം. ആ സ്വർഗ്ഗം ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരണം. ഇന്ന് ഫ്ലെക്സ് വെക്കണ്ട, മയ്യത്ത് കാണാൻ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചിരിക്കുന്ന ഒരു മരണം നൽകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയണമെന്ന് പറഞ്ഞ് നിർത്തിയൊന്നും വെച്ചിട്ടില്ല. അള്ളാഹ് ആ മനസ്സ് കൊടുക്കുന്നത് ഞാനല്ല. ചിലപ്പോ പണക്കാരൻ മിണ്ടൂല, പാവപ്പെട്ടവൻ കൊടുക്കും. കാരണം എന്തേ? അള്ളാഹു തൊയ്യബ, അള്ളാഹിന് നല്ലത് മതി. പള്ളിക്കും മദ്രസയ്ക്കും അള്ളാന്റെ ദീനിന് പലിശക്കാരന്റെയും പിടിച്ചുപറിച്ചവന്റെയും പറ്റിച്ചവന്റെയും 5 നയാ പൈസ റബ്ബിന് വേണ്ടല്ലോ. ഹലാലെ അള്ളാഹു എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് ചോദിച്ചതിന്റെ പ്രതിഫലം മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉസ്താദെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം എനിക്ക് ഈമാനോടുകൂടി സ്വർഗം കണ്ടിട്ട് മരിക്കണം. ഇരട്ട ആഗ്രഹം എനിക്കുള്ള ഉസ്താദെ, ഒന്നും എനിക്ക് വേണ്ട. അൽഹംദുലില്ലാ, ഈ റജബിന്റെ രാത്രി ഇൻഷാ അള്ളാഹ് 1,000 രൂപ ഉസ്താദെ ആ മദ്രസയുടെ ഇതിന്റെ ആവശ്യവുമായി അതിന്റെ പണി നടക്കുന്നു. ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ താമസിക്കാതെ ഇൻഷാ അള്ളാഹ് ഞാനൊരു 5,000 രൂപ അൽഹംദുലില്ലാ കൊടുത്തേക്കാം. ആരെങ്കിലും ഒരാളൊന്ന് കൈപ്പൊക്കടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഒരാളെങ്കിലും ഇൻഷാ അള്ളാഹ് 1,000 രൂപ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ഉള്ള? എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നല്ല മനസ്സോടെ. ഇത്തിരി താമസിക്കും. കാരണം എന്തറിയോ? അവിടെ യുദ്ധം നടക്കാം. ഒരാൾ 1 രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കരുതെന്ന്. 70 പേരെ പരാജയപ്പെടുത്തിയാൽ 1 രൂപ കൊടുക്കാൻ പറ്റും. 5,000 രൂപ കൊടുക്കണമെങ്കിൽ എത്ര ശൈത്താനെ ഓടിക്കണം? അപ്പൊ അത് 2 പേരാണ് തയ്യാറായത്. അൽഹംദുലില്ലാ, 2 പേരുടെയും പേരൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 2 സഹോദരങ്ങൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണെന്ന് എനിക്കറിയില്ല അല്ലാഹ്, പേര് നിനക്കറിയാ, വീട് നിനക്കറിയാ, മനസ്സു നിനക്കറിയാ. പടച്ചവരെ, നീയാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചത്. ഇത്രയും പേര് ഇവിടെ അനങ്ങാതെ ഇരുന്നപ്പോ പൈസ ഇല്ലാത്തവരല്ല അല്ലാഹ്. കുടുംബസമേതം ഒന്ന് കറങ്ങാൻ പോയാൽ വണ്ടിക്ക് എണ്ണയടിക്കുന്ന കാശേ ഉള്ളു റബ്ബേ. അല്ലാഹുവേ, മനസ്സ് കൊടുത്തത് 2 പേർക്കാട് നീ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്. അവരുടെ കുടുംബത്തിൽ ആരെല്ലാം മരിച്ചുപോയോ ഇതിന്റെ മിസിൽ സവാബ് അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് പടച്ചവനെ സഹോദരങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, 2 പേര്. ആരെങ്കിലും ഒരാളുകൂടെ ഉണ്ടോ? സുന്നത്താണല്ലോ 3 പേര്. അൽഹംദുലില്ലാ, ആരെങ്കിലും ഒരാളുകൂടെ? ആരെങ്കിലും സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ. അൽഹംദുലില്ലാ, ഒരാൾ ഇവിടെ, അവിടെ ഒരാൾ, 4 പേര്. ഒരാൾ കൂടെ വേണം. ആരെങ്കിലും ഒരാൾ കൂടെ? അൽഹംദുലില്ലാ, ആരാ ഒരാൾ കൂടെ പെട്ടത്? ഇൻഷാ അല്ലാഹ് 4. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ. 5 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, 5 പേരായി തമ്പുരാന്. നിനക്കറിയാം പടച്ചവരെ, നിനക്കറിയാം പടച്ചവരെ. നീ അവരെ കൈവിടല്ലേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ, മനസ്സ് കൊടുക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ. 5 പേര്. അൽഹംദുലില്ലാ, ഇനി ആരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യാൻ കാരണം നാളെയും വഅദുള്ള
നാളെയും വാഴുന്നുള്ളതാടോ, ഇന്നത്തോടുകൂടി അവസാനിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നാളെയും നിങ്ങൾക്ക് അനുമതിയൊക്കെ വേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം നമ്മൾ നിയമങ്ങൾ പാലിച്ചാലേ നമുക്ക് നാളെയും വാഴ്ന്നു നടത്താൻ പറ്റൂ. ആരെങ്കിലും വിളിച്ചു പറയുക പരാതിയായി പോയാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പം നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അൽഹംദുലില്ലാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതിയെടുക്കാം. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്